ഹലോ കൂട്ടുകാരെ, ഡെയിലി 5 മിനിറ്റ്സ് ഫോർ LP-UPയുടെ മൂന്നാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ നോക്കുന്നത് വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ്. കേരളീയ നവോത്ഥാന നായകരിൽ ആദ്യത്തെയാളാണ് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം 1809 ജനിച്ചു. 1851 മരണപ്പെട്ടു. ജനനം 1809 മാർച്ച് 12. ജന്മസ്ഥലം കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിൽ. സ്വാമിത്തോപ്പ് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പൊന്നു നാടാർ എന്നായിരുന്നു. മാതാവ് വെയിലാൾ അമ്മ, ഭാര്യ തിരുമാല അമ്മാൾ. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. പിന്നീട് സവർണരുടെ നിർദ്ദേശപ്രകാരം അത് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. അദ്ദേഹം മരണമടഞ്ഞത് 1851 ജൂൺ 3-നാണ്. മുടിചൂടും പെരുമാൾ എന്ന ബാല്യകാല നാമം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ. വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറൽ. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. തിരുച്ചെന്തൂരിൽ വെച്ചാണ് വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. തുവയൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. സമപന്തി ഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ചു. മേൽമുണ്ട നിരോധനത്തിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സ്വാമിത്തോപ്പിലാണ് മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. സമ്പൂർണദേവൻ എന്നറിയപ്പെടുന്നു. ശിവനാരായണൻ, നാരായണ പണ്ടാരം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അയ്യാവഴി എന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ കൊണ്ടുവന്നു. തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം അറിയപ്പെടുന്നത് ദച്ചനമെന്നാണ്. അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ നിഴൽത്താങ്കൾ എന്നറിയപ്പെടുന്നു. അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങളെ പതികൾ എന്ന് വിളിക്കുന്നു. സ്വാമിത്തോപ്പ് പതി, അമ്പലപ്പതി, താമരക്കുളം പതി, മുട്ടപ്പതി, പൂപ്പതി എന്നിങ്ങനെ 5 പതികളാണ് ഉള്ളത്. അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെയാണ്. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിലാണ്. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്ന പേര് സീഡർ എന്നാണ്. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ധരണികളാണ് ഒൻറേ ജാതി, ഒൻറേ മതം, ഒൻറേ ദൈവം, ഒൻറേ ഉലകം, ഒൻറേ അരശ്, ഒൻറേ നീതി. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്നിവ. ഇതും പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. 1836 സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നു. കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്. ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാൻ വേണ്ടി സ്ഥാപിതമായതാണിത്. ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. 1859 പ്രശസ്തമായ ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ഇത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ കേണൽ മൺറോ ആണ്. ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. 1809 മാർച്ച് 12 സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. മാതാപിതാക്കൾ ആദ്യം മുടിചൂടും പെരുമാളെന്ന് വിളിച്ചു. പിന്നെ സവർണരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പേര് മാറ്റി അങ്ങനെ മുത്തുക്കുട്ടി എന്നാക്കി. 1851 മരണപ്പെട്ടത്. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചു. തുവയൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. സമപന്തി ഭോജനം നടത്തി. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ. ദേവദാസി സമ്പ്രദായത്തെ എതിർക്കുക. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ചു. മേൽമുണ്ട് നിരോധനത്തിനെതിരെ ആദ്യമായിട്ട് ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. നിശാപാഠശാലകൾ സ്ഥാപിച്ചു. മുന്തിരി
കുഴിക്കിണർ സ്ഥാപിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം മുഴക്കി. പിന്നെന്താണ്? സമ്പൂർണ്ണദേവൻ, ശിവനാരായണൻ, നാരായണൻ പണ്ടാരം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. അയ്യാവഴി എന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ കൊണ്ടുവന്നു. അതിൻ്റെ ചിഹ്നം എന്താണ്? തീജ്വാല വഹിക്കുന്ന താമരയാണ്. അതിൻ്റെ പുണ്യസ്ഥലം ദച്ചനം എന്നറിയപ്പെടുന്നു. ആരാധനാലയങ്ങൾ നിഴൽത്താങ്കൾ എന്നറിയപ്പെടുന്നു. പ്രധാന ക്ഷേത്രങ്ങളെ പതികളെന്ന് വിളിക്കുന്നു. 5 പതികളാണുള്ളത്. അയ്യാവഴിയുടെ ബൈബിളാണ് അഖിലത്തിരുട്ടമ്മാനെ. മല സ്ഥിതി ചെയ്യുന്നത്, വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളയിലാണ്, കന്യാകുമാരി ജില്ലയിൽ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരുട്ടമ്മാനെയും അരുൾനൂലും. ശിഷ്യന്മാരെ സീഡർ എന്ന് വിളിക്കുന്നു. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിളിച്ചു. തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണമെന്ന് വിളിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്ന് വിളിച്ചു. ലാസ്റ്റത്തെ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമത്വ സമാജത്തിന്റെ വർഷം 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ്. കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 1859 ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം തിരുവിതാംകൂറിലാണ് നടന്നത്. മേൽമുണ്ട് സമരം എന്നുകൂടി അറിയപ്പെടുന്നു. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ നേതൃത്വം നൽകിയ ചാന്നാർ ലഹളയുടെ അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന്റെ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1822. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർക്ക് അനുവാദം നൽകിയത് കേണൽ മൺറോയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.